സംടൈംസ് ഈവൻ ദ റോങ് ട്രെയിൻ ടേക്സ് ടു ദ റൈറ്റ് സ്റ്റേഷൻ. 2013 പുറത്തിറങ്ങിയ ഒരു ഹിന്ദി സിനിമയിലെ ഡയലോഗാണിത്. ലഞ്ച് ബോക്സ്. ഇർഫാൻ ഖാൻ, നിമ്രത് കൗർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുറത്തിറങ്ങിയ ഈ സിനിമയിലെ ഒരു പ്രധാന ഭാഗം ഒരു ലഞ്ച് ബോക്സ് ആണ്. ഡബ്ബാവാലകൾ. മുംബൈയിൽ ഓഫീസിലും ബാങ്കുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലഞ്ച് ബോക്സ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഡബ്ബാവാലകളെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ ജോലി. ഈ ഡബ്ബാവാലകൾ അവർ കൃത്യമായിട്ട് എങ്ങോട്ടാണോ ഈ ലഞ്ച് ബോക്സ് കൊണ്ട് കൊടുക്കേണ്ടത് അവരിലേക്ക് അഡ്രസ്സ് ഒന്നും തെറ്റാതെ തന്നെ കൊണ്ടെത്തിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബഞ്ച് ഓഫ് കളക്ഷൻ ഈ ചോറ്റുപാത്രമായിട്ടാണ് അവർ പോകുന്നത്. ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു, അവിടുന്ന് കളക്ട് ചെയ്യുന്നു, അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഏർപ്പാടാണ് ഈ ഡബ്ബാവാലകൾക്കുള്ളത്. ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതിൽ ഒരു ആൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നു. അങ്ങനെ ഒരു ലഞ്ച് ബോക്സ് ഒരു വീട്ടിൽ നിന്ന് തെറ്റി വേറൊരാളുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ കഥാനായകൻ്റെ അടുത്തേക്കാണ് ഈ ലഞ്ച് ബോക്സ് എത്തുന്നത്. സാജൻ ഫെർണാണ്ടസ് എന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു അക്കൗണ്ടൻ്റാണ്. മാത്രമല്ല അയാൾ റിട്ടയർമെൻറ്റിന് അപേക്ഷയൊക്കെ വെച്ചിട്ട് അവിടുന്ന് പോകാനായിട്ടൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. ഇള തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി, രാജീവിന് വേണ്ടി അയാളുടെ ഇഷ്ടപ്പെട്ട ആഹാര വിഭവങ്ങളെല്ലാം തന്നെ ലഞ്ച് ബോക്സിൽ ഒരുക്കുന്നു. ഡബ്ബാവാലയുടെ കയ്യിൽ കൊടുത്തു വിടുന്നു. ഇയാൾ അഡ്രസ്സ് തെറ്റി എത്തിക്കുന്നത് സാജൻ ഫെർണാണ്ടസിൻ്റെ അടുത്തേക്കാണ്. രാജീവ് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ലഞ്ച് ബോക്സിൽ ഉണ്ടായിരുന്ന വിഭവങ്ങളെ പറ്റിയിട്ടൊക്കെ ഇള എടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ലഞ്ചെന്നൊക്കെ. അതിൽ ഉരുളക്കിഴങ്ങിൻ്റെ വിഭവം നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു ലഞ്ച് ബോക്സ് എവിടെയോ മാറിപ്പോയിട്ടുണ്ട്. അടുത്ത ദിവസം ഇവൾ തൻ്റെ ഭർത്താവിന് വേണ്ടി ഒരുക്കിയ ആ ഒരു ലഞ്ച് ബോക്സിൽ ഒരു കത്ത് കൂടി വെച്ചിട്ടാണ് ഡബ്ബാവാലയുടെ കയ്യിൽ കൊടുത്തു വിടുന്നത്. അവിടെ തൊട്ടാണ് നമ്മുടെ കഥാനായികയും നായകനും തമ്മിലുള്ളൊരു ബന്ധം തന്നെ തുടങ്ങുന്നതെന്ന് പറയാം. അന്ന് വൈകിട്ട് ലഞ്ച് ബോക്സ് തിരിച്ചെത്തുമ്പോൾ അതിലൊരു മറുപടി കത്ത് കൂടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഭക്ഷണം എനിക്കിഷ്ടപ്പെട്ടു, ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട്. അപ്പോൾ ഇള ഇത് കണ്ടപ്പോൾ അവൾക്കൊരു ചെറിയ വിഷമം, ഉപ്പ് കൂടിപ്പോയെന്നൊക്കെ, ഇയാൾ എന്താണ് ഭക്ഷണം കൊടുത്തിട്ട് പരാതി പറയുന്ന രീതിയിലെന്നൊക്കെ. അപ്പോൾ ഈ ഇള എപ്പോഴും സംസാരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് അവിടെ, ആൻറ്റിയോട് ഇവൾ പറയുന്നു, ഞാൻ ഇന്നപോലെ കത്ത് വെച്ചു, ഇയാൾ അങ്ങനെ പരാതി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൻറ്റി അവിടുന്ന് കുറേ മുളക് കൊടുത്തു വിടും. അവന് നന്ദിയൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഈ കുറച്ച് എരിവ് കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുളകൊക്കെ കൊടുത്തു വിടും. വീണ്ടും ഇവൾ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നു, അതിൽ വീണ്ടും കത്തുകൾ വെക്കുന്നു, ഞാൻ ഇന്നടുത്തുനിന്നാണ് അയക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നു. അയാൾ മറുപടിയായിട്ട് വീണ്ടും കത്തയക്കുകയാണ്, ഇന്നത്തെ ഭക്ഷണം അതിൻ്റെ ഉപ്പ് പാകമായിരുന്നു, എരിവ് ഇത്തിരി കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പഴം കൂടി വാങ്ങി കഴിച്ചു, അത് ഡൈജഷന് നല്ലതാണ്. മാത്രമല്ല ഈ ടൗണിൽ ഒരു നേരം ഈ ഒരു പഴം കഴിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, അത് അവർ ചിലവ് ചുരുക്കി ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എന്നൊക്കെ ഉള്ളൊരു മറുപടി കത്ത് അയക്കുകയാണ്. ഇങ്ങനെ കത്തുകളിലൂടെ അവർ ലഞ്ച് ബോക്സ് കൈമാറുമ്പോൾ കത്തുകളിലൂടെ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നു. ഇതിനിടയിൽ ഇള തൻ്റെ വിഷമങ്ങളൊക്കെ ആ കത്തിലൂടെ നമ്മുടെ ഫെർണാണ്ടസിനെ അറിയിക്കുകയാണ്. അവളുടെ ഭർത്താവ് അവളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നു, അതുപോലെ അയാൾക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന് സംശയമുണ്ട് എന്നൊക്കെ കത്തിലൂടെയൊക്കെ അറിയിക്കുമ്പോഴത്തേക്കും അദ്ദേഹം തിരിച്ച് വീണ്ടും ഇവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സജഷൻസ് പറയുകയാണ്, നിങ്ങൾക്കൊരു കുട്ടിയെ കൂടെ നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അയാൾ പറഞ്ഞല്ലോ എന്നോർത്ത് ഇള തൻ്റെ ഭർത്താവായ രാജീവിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കുമ്പോൾ അയാൾ അതിന് താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഈ കഥ മുന്നോട്ട് പോകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇള തൻ്റെ ഭർത്താവിൻ്റെ ഷർട്ട് എടുത്ത് അലക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതൊന്ന് മണത്ത് നോക്കുന്നു. അപ്പോൾ മറ്റേതോ സ്ത്രീയുടെ ഒരു മണം അവൾക്ക് അവിടുന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലാണ് എന്നൊക്കെ ഉള്ളൊരു ദുഃഖത്തിൽ കഴിയുന്ന ഒരു വീട്ടമ്മ. എന്നിട്ടും അവർ ലഞ്ച് തയ്യാറാക്കുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൾ ലഞ്ച് ബോക്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കത്തുകളിലൂടെ അവർ പരിചയപ്പെട്ട അവസാനം ഇള ഫെർണാണ്ടസിനോട് ആവശ്യപ്പെടുന്നു, നമ്മൾക്ക് തമ്മിലൊന്ന് കാണണം എന്ന്. അയാളത് സമ്മതിക്കുന്നു. പിന്നീട് കണ്ടുമുട്ടുന്ന ഒരു സ്ഥലം അവൾ പറയുകയാണ്, അടയാളം പറയുകയാണ്, അവിടെയുള്ളൊരു ഹോട്ടലാണ്. അപ്പം അവിടുത്തെ ഒരു ഡിഷ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, നമുക്കത് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവൾ പിറ്റേ ദിവസം റെഡിയായി വരുന്നു. അതുപോലെ തന്നെ ഫെർണാണ്ടസും റെഡിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ സിനിമയിൽ കാണിക്കുന്നത് ജോലി തിരക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ ബാങ്കിലത്തെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുകയാണ്. അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നില്ല.
പിന്നീട് അടുത്ത ദിവസം വീണ്ടും ലഞ്ച് ബോക്സ് വരുന്നുണ്ട്. പക്ഷേ ലഞ്ച് ബോക്സിലൊന്നുമില്ല. കാലിയായിട്ടുള്ള ലഞ്ച് ബോക്സിലാകെ ഒരു ലെറ്റർ മാത്രം. അപ്പോൾ വീണ്ടും അദ്ദേഹം തിരിച്ച് ആ ലഞ്ച് ബോക്സ് അയക്കുമ്പം അതിൽ മറുപടി കത്തയക്കുന്നുണ്ട്. ഞാനിത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഞാനവിടെ വന്നിരുന്നു. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് പ്രായമായി എന്ന് തോന്നിയത് അവളെ കണ്ടപ്പോഴാണ്. രാവിലെ ഞാൻ ബാത്റൂമിൽ കയറി കുളിച്ചിട്ടിറങ്ങിയപ്പോൾ ഷേവ് ചെയ്ത ഭാഗം ശരിയായില്ല. അപ്പോൾ രണ്ടാമതൊന്നും കൂടെ ഷേവ് ചെയ്യാൻ വേണ്ടി കയറി. അപ്പോൾ ആ ഒരു ബാത്റൂമിന് തൻ്റെ മുത്തശ്ശൻ്റെ മണമായിരുന്നു. മുത്തശ്ശൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴുള്ള ഉണ്ടായിരുന്ന ആ ഒരു സ്മെല്ലാണ് ഇപ്പോൾ ആ ബാത്റൂമിനുള്ളത്. അതുമാത്രമല്ല, താൻ വരുന്ന ആ ഒരു ട്രെയിനിൽ രാവിലെ കയറിയപ്പോൾ അതിൽ കുറേ പേര് അങ്കിളെന്ന് വിളിച്ചു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് പ്രായമായി പോയി എന്നൊരു തോന്നൽ. ഈ സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് അസ്ലം. ഫെർണാണ്ടസിൻ്റെ സ്ഥാനത്തേക്ക് ജോലിയിൽ പ്രവേശിക്കാൻ വന്ന അസ്ലം ഫെർണാണ്ടസിൻ്റെ കീഴിൽ തന്നെ ട്രെയിനിങ്ങിന് എത്തിച്ചേരുന്നു. അപ്പോൾ ട്രെയിനിങ്ങിന് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന കാലാവധി 2 മാസമാണ്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫെർണാണ്ടസ് എന്തൊക്കെയായിരുന്നോ ചെയ്തിരുന്നത് ആ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതായിരുന്നു അസ്ലമിൻ്റെ ഒരു ലക്ഷ്യം. ആദ്യമൊന്നും അസ്ലമിനെ ഫെർണാണ്ടസ് അടുപ്പിക്കുന്നൊന്നുമില്ല. ഇയാൾ ഒരു സമയം പറയുന്നു. ആ സമയം ആകുന്നതിന് മുമ്പ് തന്നെ ഫെർണാണ്ടസ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പിന്നെ അദ്ദേഹം കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്കും അസ്ലം വരുമ്പോഴത്തേക്കും ഇത് ലഞ്ച് ടൈമാണ്, ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഓടിച്ചൊക്കെ വിടുന്നു. പിന്നീട് അസ്ലം വന്നിട്ട് ഫെർണാണ്ടസിനോട് സംസാരിക്കുകയാണ്. ഞാനൊരു അനാഥനാണ്, ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു, താങ്കളുടെ കീഴിൽ ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത്ര ബഹുമാനത്തോടു കൂടി സംസാരിക്കുമ്പോഴത്തേക്കും അസ്ലമിനെ ഫെർണാണ്ടസ് തന്നോട് അടുപ്പിക്കുകയാണ്. പിന്നീട് അസ്ലമിന് ചെയ്യാൻ ഓരോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിലെത്തുന്നു. ഒരു ദിവസം അസ്ലമിൻ്റെ വീട്ടിലേക്ക് ഫെർണാണ്ടസ് കടന്നു ചെല്ലുന്നു. അസ്ലമിൻ്റെ ഒപ്പം ഒരു സ്ത്രീയുണ്ട്. തൻ്റെ ഭാര്യയാകാൻ പോകുന്നയാളാണ്. അപ്പോൾ ഈ ഭാര്യയാകാൻ പോകുന്നയാൾ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇവളുടെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അച്ഛൻ്റെ അനുഗ്രഹമില്ലാതെ ഇവൾ കല്യാണം കഴിക്കില്ല എന്ന് അസ്ലമിനോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവരതിനു വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തു. നിവൃത്തിയില്ലാതെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രണയബന്ധത്താൽ അവരൊരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കഴിയുകയാണ്. ഇവരുടെ വെഡ്ഡിങ് ഡേയുടെ അന്ന് നമ്മുടെ ഫെർണാണ്ടസ് അവിടെ നിന്ന് പോവുകയാണ് നാസിക്കിലേക്ക്. നാസിക്കിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറുമ്പോഴത്തേക്കും ഒരു വൃദ്ധൻ അതിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ കഥാനായികയായ ഇള അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള അവസാന കത്ത് എഴുതുകയാണ്. ഞാൻ എൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റു. നാസിക്കിൽ ഇപ്പോൾ 1 രൂപയ്ക്ക് 5 രൂപയുടെ വാല്യൂ ആണെന്ന് എനിക്കറിയാം. വിറ്റു ഞാൻ അങ്ങോട്ടേക്ക് വരാനായിട്ട് തയ്യാറാകുകയാണ്. ഈ കത്ത് ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്ന അവസാന കത്തായിരിക്കാം. നമ്മൾക്ക് പരസ്പരം കണ്ടുമുട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് ലെറ്ററൊക്കെ അയക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഇദ്ദേഹം തിരിച്ചു വരുന്നതാണ്. കുറേ ഡബ്ബാവാലകൾക്കിടയിൽ ഇരിക്കുന്ന ഫെർണാണ്ടസ് അവിടെ വെച്ച് സിനിമ അവസാനിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇളയെ തേടി തിരിച്ചു വരുന്ന കഥാനായകൻ. ലഞ്ച് ബോക്സ് എന്ന ഈ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് റിതേഷ് ബാദ്രയാണ്. ഏകാന്തത അനുഭവിക്കുന്ന ഒരു പുരുഷൻ, ഭാര്യയില്ല, അച്ഛനില്ല, അങ്ങനെ എല്ലാവരും മരിച്ചുപോയ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പുരുഷൻ. അയാളുടെ ജീവിതത്തിലേക്ക് ഒരു ലഞ്ച് ബോക്സ് മുഖേന ഒരു സ്ത്രീയുടെ സാന്നിധ്യം കടന്നു വരുന്നു. ആ സ്ത്രീയും ഭർത്താവും കുട്ടിയും ഉണ്ടായിട്ടും ചുറ്റിനും ആളുകളൊക്കെ ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോകുന്നു. ഒറ്റപ്പെടൽ എന്ന് പറയുന്നതിൻ്റെ 2 മുഖം നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരാൾക്ക് ബന്ധുക്കളോ മറ്റാരുമില്ലാത്ത ഒരു ഏകാന്തത, മറ്റൊരാൾക്ക് എല്ലാവരും ഉണ്ടായിട്ടും അവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ജീവിതം. ഈ 2 ജീവിതങ്ങളുടെ ഒരു പരസ്പര ബന്ധമാണ് ഈ ഒരു സിനിമ നമ്മൾക്ക് കാഴ്ചവെക്കുന്നത് തന്നെ. ഈ സിനിമയിൽ ഇള തൻ്റെ ഒരു ലെറ്ററിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവളുടെ അച്ഛനെക്കുറിച്ച്. അച്ഛൻ മുൻപൊരു കാര്യം പറഞ്ഞിരുന്നു, 1-2 സിഗരറ്റുകൾ കൂടി കൂടുതൽ വലിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കിത്ര വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന്. മറ്റൊന്നുമല്ല, അവളുടെ അച്ഛന് ആ സിനിമയിൽ ലങ് ക്യാൻസറാണ്. അങ്ങനെ ലങ് ക്യാൻസർ വന്ന് മരിക്കുന്നു. ഈ മരണപ്പെട്ട ആ ഒരു സിറ്റുവേഷൻ കാണിക്കുമ്പോൾ ഇള തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അമ്മ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ, ഒരു റൊട്ടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അച്ഛൻ മരിക്കുന്നത് വരെ ഞാൻ
അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു എൻ്റെ ചിന്ത. ഇപ്പോഴാണ് എനിക്ക് വിശക്കാൻ തുടങ്ങിയത്. എനിക്ക് വേണ്ടി കുക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് എന്നൊക്കെ ഇളയുടെ അമ്മ പറയുന്നുണ്ട്. എത്രമാത്രം ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അവിടെ കാണിച്ചു തന്നേക്കുന്നത്. മറ്റൊന്നും എടുത്ത് പറയുന്നൊന്നുമില്ല. എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും സ്ത്രീകൾ മറ്റൊരാൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അടുക്കള എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളൊരു ധാരണ ആ ഒരു സിനിമ മാറ്റിയെടുത്തു. 2 ഏകാന്തരായ മനുഷ്യർ, മറ്റാരാലും പരിചയമില്ലാത്ത, ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത 2 പേർ പരസ്പരം 2 നല്ല അടുത്ത സുഹൃത്തുക്കളാകുന്നു, കാണാൻ ആഗ്രഹിക്കുന്നു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സുകൾ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുന്നു. എന്നിട്ടും ഒന്നിച്ച് സംസാരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അയ്യേ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല എന്ന് തോന്നിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ലഞ്ച് ബോക്സ്. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മാക്സ് റിച്ചറാണ്. ഒരു സിനിമയിൽ ഒരുപാട് മ്യൂസിക്കിൻ്റെ തള്ളിക്കയറ്റലുകളൊന്നും ഇല്ലാതെ തന്നെ സിറ്റുവേഷണലായിട്ട് അവർ ആ ഒരു ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന ഒരു ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംഗീത നിർവഹണമാണ് ഈ സിനിമയിലുള്ളത്. ഈ സിനിമയിൽ ഇളയെ കാണിക്കുമ്പോഴൊക്കെ പച്ചക്കറി നുറുക്കുന്നതിൻ്റെയും പാത്രം കഴുകുന്നതിൻ്റെയും വേവിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു സൗണ്ടാണ് കേൾക്കാൻ സാധിക്കുക. അവൾ ആകെ സംസാരിക്കുന്നത് അവിടെയുള്ള ആൻറ്റിയോട് മാത്രമാണ്. ഫെർണാണ്ടസുമായിട്ടുള്ള ഒരു സൗഹൃദം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആൻറ്റിയുമായിട്ടുള്ള കോൺവെർസേഷൻ പോലും വളരെ കുറവ് മാത്രമാണ്. പിന്നീട് ഫെർണാണ്ടസിനെ കാണിക്കുമ്പോഴാകട്ടെ ഫാൻ കറങ്ങുന്നതും അതുപോലെ ചുറ്റുമുള്ളവരുടെ ആ ഒരു എഴുത്തിൻ്റെയും പേപ്പറുകളുടെയും ഒക്കെ സൗണ്ടുകളാണ് കേൾക്കാൻ സാധിക്കുക. ഈ 2 കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ ഉള്ള ആ ഒരു പ്രശ്നം, അവരുടെ ആ ഒരു ഏകാന്തത എങ്ങനെയാണ് എന്ന് എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഛായാഗ്രഹണത്തിലൂടെയാണെങ്കിലും സംഗീതത്തിലൂടെയാണെങ്കിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുമായിട്ട് പ്രേക്ഷകർക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കുറച്ചുകൂടെ അടുത്തടുത്ത് വരുന്നതായിട്ട് നമുക്ക് തോന്നുകയും വീണ്ടും അകലാൻ പോവുകയാണോ എന്ന് തോന്നുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ മറ്റൊരു സീനിൽ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ടൗണിൽ കൂടെ പോയിരുന്നു. അവിടെ എന്നും കാണുന്ന ഒരു ചിത്രകാരനുണ്ട്. അയാൾ വരയ്ക്കുന്നത് ഒരേ ചിത്രമാണെന്നാണ് ഞാൻ അത്രയും കാലം കരുതിയിരുന്നത്. ബോംബെ നഗരത്തിൻ്റെ ചിത്രം വരച്ച് വിൽക്കുന്ന ഒരു ചിത്രകാരൻ. ഞാനും അവിടെ നിന്ന് ഒരു ചിത്രം വാങ്ങി. ഫെർണാണ്ടസ് പറഞ്ഞ കാര്യമാണത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പടമായിരുന്നു ആ ഒരു ചിത്രത്തിലുണ്ടായിരുന്നത്. മറ്റൊന്നുമല്ല, ആ ചിത്രകാരനിരിക്കുന്ന ആ സ്ഥലത്ത് അയാൾ കണ്ട കാഴ്ചകൾ, അന്ന് അതിലെ പോയ ആളുകൾ, അതിലെ ചിന്തിച്ചിരുന്നവർ, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ചിത്രം അദ്ദേഹം വരച്ചു. ആ ചിത്രങ്ങളിലൊന്ന് ഫെർണാണ്ടസ് വാങ്ങി. അന്നാണ് ഫെർണാണ്ടസ് ആ ഒരു നഗരത്തെ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുന്നത് പോലും. ഒരാൾ ജീവിതത്തിലേക്ക് വന്നു, അപ്പോഴാണ് അയാൾ ചുറ്റുമുള്ളതെല്ലാം കാണാൻ തുടങ്ങിയത് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഷോട്ടുകളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉള്ളിൽ തോന്നുന്ന ആ ഒരു പ്രേമം, ഇള എന്ന ആ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അവൾ 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 മൂലം തനിക്കുണ്ടായൊരു മാറ്റം എങ്ങനെയാണ് എന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തന്നത് അത്തരം ചില ഷോട്ടുകളിലൂടെയായിരുന്നു. ചോറ്റുപാത്രത്തിലൂടെ കടന്നു വരുന്ന ആ ഒരു കത്തിൽ നിന്ന് 2 പേർക്കും അത്രമാത്രം മാറ്റങ്ങൾ സംഭവിക്കുമോ? സംഭവിക്കും. അത് അങ്ങനെ നമുക്ക് അങ്ങ് തോന്നിപ്പോകുന്ന ഒരു ചിത്രമാണിത്. ഒരാൾക്ക് മറ്റൊരാളെ കാണാതെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നു, ബഹുമാനിക്കാൻ കഴിയുന്നു, അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നു, ജീവിത പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ ഒരു 2-3 വരികളിൽ മാത്രം ഒതുങ്ങുകയും അതിലൂടെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നൊരു ജീവിതം അവർ 2 പേരും ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന നായകനോ നായികയോ അല്ല സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത്. 2 പേർക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. പൊരുത്തപ്പെടൽ, 2 മനുഷ്യർ തമ്മിലുള്ളൊരു പൊരുത്തപ്പെടലാണ് ഈ ഒരു സിനിമ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. സംടൈംസ് ഈവൻ ദ റോങ് ട്രെയിൻ ക്യാൻ ടേക്ക് യു ദ റൈറ്റ് സ്റ്റേഷൻ. ഇവിടെ റോങ് ആയിപ്പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു ലഞ്ച് ബോക്സ്, ആ ഒരു ലഞ്ച് ബോക്സ് കാരണം 2 പേർ തമ്മിലുള്ള ബന്ധം അവിടെ ഉടലെടുക്കുന്നു.
അവർ തമ്മിൽ പ്രേമമാണോ എന്ന് നമ്മൾക്ക് തോന്നിപ്പോകുന്നു. അയ്യേ എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ല. രണ്ടും മനുഷ്യരാണ് അവിടെ ഒത്തുചേർന്നത് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ പ്രേക്ഷകർക്ക് ഉളവാക്കുന്ന രീതിയിലുള്ളൊരു എൻഡിങ് ആയിരുന്നു ഈ ഒരു സിനിമയുടേത്. മനുഷ്യർക്ക് എപ്പോഴും ഒരു ഡിപ്പെൻഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോട് എപ്പോഴും അറ്റാച്ച് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു തോന്നൽ നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ലഞ്ച് ബോക്സ്. ഈ ചിത്രത്തിൽ തിരക്കേറിയ ഒരു നഗരത്തിലെ നായകനും നായികയും അവർ പരസ്പരം കാത്തിരുന്നത് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടല്ല, അതിലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല, അതിലെ കത്തുകൾക്ക് വേണ്ടിയിട്ടാണ്. അവർ തമ്മിലുള്ള ആ ഒരു വാർത്തകളുടെയും വിശേഷങ്ങളുടെയൊക്കെ ഒരു അകക്കാമ്പിന് വേണ്ടിയിട്ടാണ് അവർ കാത്തിരുന്നത് തന്നെ. പിന്നീട് അവർ അടുക്കുന്നതും അവരുടെ ആ ഒരു കത്തിലൂടെ തന്നെയാണ്. കത്തിലൂടെ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, വളരെ ചുരുങ്ങിയ വാക്കുകളാൽ വലിയ വിശേഷങ്ങൾ പറയുന്ന ഒരു ക്യാൻവാസ് കത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു രീതിക്ക് വലിയൊരു പ്രസക്തി നൽകുന്ന ചിത്രം കൂടിയായിരുന്നു ലഞ്ച് ബോക്സ്. മനുഷ്യർക്ക് മാത്രമുള്ളൊരു കാര്യമാണത്. ഒരാളെ കേൾക്കുക, മറ്റൊരാൾ കേട്ടിരിക്കുക, പറയുക, അതുപോലെ തിരിച്ച് അഡ്വൈസൊക്കെ സ്വീകരിക്കുക എന്നൊക്കെ ഉള്ളത് മനുഷ്യന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ആ ഒരു പ്രത്യേകതകൾക്ക് ഏറെ പ്രാധാന്യം നൽകിയ ഈ ഒരു സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ ചിത്രമാണ് ലഞ്ച് ബോക്സ്. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.